ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസമായിട്ട് മൂകാംബിക, കുടജാദ്രി അതിൻ്റെയൊക്കെ വിശേഷങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മുരുടേശ്വരം പോയതിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാം. നമ്മുടെ ഇഷ്ടമുള്ളവർ നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കേട്ടോ. അതായത് നമ്മൾ മുരുടേശ്വരത്തേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ബസ് കയറിയിട്ടാണ് മുരുടേശ്വരത്തേക്ക് വന്നിട്ടുള്ളത്. കർണാടകയിലെ ഉത്തര കന്നഡയിലുള്ള മുരുടേശ്വരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് മുരുടേശ്വര ക്ഷേത്രം. അറേബ്യൻ കടലിന് സമീപമുള്ള കുന്തോഗിരി എന്ന ചെറിയ കുന്നിൻ മുകളിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ സ്ഥാനം. ശിവനാണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ. ക്ഷേത്ര സമീപത്ത് പണികഴിപ്പിച്ചുള്ള 123 അടി ഉയരമുള്ള ശിവപ്രതിമയ്ക്ക് ലോകത്തിലെ ഉയരമേറിയ ശിവരൂപങ്ങളിൽ വെച്ച് 2ാം സ്ഥാനമാണുള്ളത്. ഗൈസ്, ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഹൈറ്റുള്ള ഒരു ക്ഷേത്രം കാണുന്നത്. ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ളവർ തീർച്ചയായും കമൻറ്റ് അറിയിക്കുക കേട്ടോ, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ടൈമാണ് ഇത്രയും ഹൈറ്റുള്ളൊരു ക്ഷേത്രം ഞാൻ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ മേലെ നമുക്ക് കയറാൻ വേണ്ടി പറ്റും, പക്ഷേ അത് ക്ലോസിങ് ടൈം ഏകദേശം ആവാറായിട്ടുണ്ട്. 7 മണിയോടെ നമുക്കത് അടുത്ത ലിഫ്റ്റ് ക്ലോസ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കയറാൻ വേണ്ടി പറ്റത്തില്ല. പിന്നെ ഇവിടുന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ആ ഒരു പ്രതിമയുടെ ഇതിൽ വെച്ചിട്ട് നമുക്ക് മുരുടേശ്വരത്ത് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടൊക്കെ ഫോട്ടോ എടുക്കാം. പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൺ ദ സ്പോട്ടിൽ തന്നെ അത് എന്താ പറയുക പിക്ചറാക്കിയിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത്, ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് കണ്ടില്ലേ, 2 ആനകളാണ് അതിൻ്റെ എൻട്രൻസിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്, പണി കഴിപ്പിച്ച് വെച്ചേക്കുന്നത്. പിന്നെ ഫുള്ളായിട്ട് കൊത്തുപണികളാണ് ഈ ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുവന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും മനോഹാരിതയുണ്ട് കേട്ടോ. നമുക്കിവിടെ നമ്മുടെ വീഡിയോസിലൊന്നും അത് ശരിക്കും കാണിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഉള്ളിൽ ഫോൺ അലൗഡ് അല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഫോണൊക്കെ മടക്കി പൊട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ആ ഒരു ബീച്ചിൻ്റെ ആ ഒരു ഇതൊക്കെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി. നല്ല അടിപൊളി ഒരു ബീച്ചാണ് കേട്ടോ. നമുക്ക് ഈ ബീച്ചിലൊന്നും ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള സമയം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമ്മൾ ഇറങ്ങിയിട്ടില്ല കേട്ടോ. കാരണം ലേറ്റാവും, നമ്മൾ ഇതിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ലേറ്റാവും. അപ്പോൾ നമ്മൾ ബീച്ചിലേക്കൊന്നും ഇറങ്ങാൻ തോന്നിയിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഏകദേശം ഒരു ഇരുട്ടൊക്കെ പറ്റുന്നതിന് മുന്നേ തന്നെ ലൈറ്റ്സൊക്കെ വന്നിട്ട് ഇതിൽ വിവിധ തരത്തിലുള്ള ലൈറ്റ്സ് വരുന്നുണ്ട് കേട്ടോ. ഒരു പ്രത്യേക ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ നമ്മുടേതായ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഏറ്റവും ഹൈറ്റിൽ നമുക്ക് കയറാൻ വേണ്ടി പറ്റും കേട്ടോ. അതായത് അതിൻ്റെ ലിഫ്റ്റ് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഹൈറ്റിലോളം കയറാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ക്ലോസിങ് ടൈം ആയതുകൊണ്ടാണ് നമുക്കത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളവിടെ എത്തുമ്പോൾ ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട്. അപ്പം അത് അത്രയും ഹൈറ്റ് ഉണ്ട് കേട്ടോ. അതിനത് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയുണ്ട് ലൈറ്റ്സൊക്കെ വരുമ്പോൾ. പിന്നെ ഇവിടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട്, നമ്മൾ അതിലൊന്നും കയറിയില്ല. അതൊക്കെ ഒരു സമയം കഴിഞ്ഞാൽ ക്ലോസ് ആവുമല്ലോ, അപ്പോൾ നമ്മളതൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ എന്താ പറയുക, നല്ല സമയം എടുത്ത് വന്നിട്ട് നമുക്ക് കാണാനുണ്ട്. നമുക്കധികം സമയം ഉണ്ടായിരുന്നില്ല, അപ്പോൾ അങ്ങനെ കാണാൻ തന്നെ വരണം ഒരു ദിവസം. പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് ആ ശിവപ്രതിമ, അത്രയും വലിയൊരു ശിവപ്രതിമയാണല്ലോ ഇവിടെ ഉള്ളത്. അതൊരു എന്താ പറയുക, പകൽ സമയങ്ങളിൽ അതിനൊരു സ്ലേറ്റ് കളറാണെങ്കിലും ഇപ്പോൾ രാത്രിയാകുമ്പോൾ അതിന് ലൈറ്റ് വർക്കൊക്കെ കണ്ടില്ലേ, നല്ല അടിപൊളി കളറായിട്ടുണ്ട്. കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലിങ്സാണ് കേട്ടോ വരുന്നത്. ഇത്രയും വലിയ ശിവരൂപം എന്താ പറയുക നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്ന ഒറിജിനലായിട്ടുള്ള ഒരു ശിവൻ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ആ ഒരു ഫീലിങ്സാണ് നമുക്ക് കിട്ടുന്നത്. അതും ഇങ്ങനെ ആകാശത്തിൻ്റെ ആ ഒരു കളറൊക്കെ വരുമ്പോഴത്തേക്കുണ്ടല്ലോ, അത്രയും മനോഹരമായിട്ടുള്ള ഒരു ശിവരൂപമാണ് ഈ മുരുടേശ്വരത്ത് ഒരുക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുക, ഇതൊക്കെ പണി കഴിപ്പിച്ച ആൾക്കാരുടെ ആ ഒരു ഇതാണ് ഞാൻ അങ്ങേയറ്റം പ്രശംസിക്കുന്നത്. അവരെ എന്ത് വില കൊടുത്താലും അതിൻ്റെ ആ ഒരു ഇതൊന്നും ഇതാവത്തില്ല കേട്ടോ. കാരണം അത്രയും ഭംഗിയുണ്ട്, അത്രയും ഫിനിഷിങ്ങോട് കൂടിയാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് സംഭവങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളത് അങ്ങോട്ടേക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിന്നിട്ടാണുള്ളത്. അപ്പം ഇതിൻ്റെ ലൈറ്റ്സാണ് നമ്മുടെ എന്താ പറയുക, നമ്മുടെ പതാകയുടെ നിറമൊക്കെ ആയിട്ട് അടിപൊളിയുണ്ട്. അത് ഓരോരോ ലൈറ്റ്സ് അതിന് വരുമ്പോഴും അതിനൊരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ അത് നേരിട്ട് കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. ഒരു നല്ലൊരു സ്ഥലം കൂടി ആകുമ്പോൾ നല്ല അടിപൊളിയാണ്. പിന്നെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഈ സംഭവത്തിൻ്റെ ഉള്ളിലേക്കാണ് കയറിയിട്ടുണ്ടായത്.
ഇവിടെ എന്തൊക്കെയോ ഒരുക്കി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിതാ തിരിച്ച് പോകാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ തിരിച്ചിറങ്ങിയപ്പോൾ മറ്റൊരു നല്ല കളർ കോമ്പിനേഷനാണ് ഇപ്പോൾ കാണുന്നത്. നല്ല ഉണ്ട് കാണാൻ. ശിവാമി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ അവളെ എടുത്ത് നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു കോമ്പൗണ്ടിൽ ഇങ്ങനെ ലൈറ്റ് വർക്കൊക്കെ ചെയ്തിട്ട് അത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ തിരിച്ച് പോവാൻ വേണ്ടിയിട്ട് നടന്ന് പോവാണ് അങ്ങോട്ടേക്ക്. അപ്പോൾ നമ്മൾ നേരത്തെ ചെരുപ്പ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ചെരുപ്പ് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ ലഗേജൊക്കെ വെക്കുന്നത് ക്ലോസിങ് ടൈം ആയി നമ്മളിവിടെ ലഗേജ് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്ലോസിങ് ടൈം ആകുന്നതിന് മുന്നേ നമ്മൾ പോയി എടുത്തിട്ടുണ്ടത്. അപ്പോൾ ഇവിടെ നല്ല അടിപൊളി ഫ്രഷ് മീൻ വിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വന്നു. അങ്ങോട്ടേക്ക് കയറിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളിതാ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എത്രയും പെട്ടെന്ന് നാട് പിടിക്കണം എന്നുള്ള ഒറ്റൊരിതാണ്. അപ്പോൾ അങ്ങനെ പിറ്റേന്ന് രാവിലെ ആയപ്പോൾ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ട്രെയിനിലൊക്കെ കയറി നമ്മൾ നാടെത്തിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെത്തി. അതായത് നമ്മൾ വരുമ്പം എന്താ പറയുക ചായക്ക് കടി മേടിച്ചിട്ടാണ് വന്നിട്ടുണ്ടായത്. ഇതെൻ്റെ വീട്ടിലെത്തിയതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ വെള്ളയപ്പം ഇങ്ങനത്തെ കറിയൊക്കെ മേടിച്ചിട്ടാണുള്ളത്. അപ്പോൾ മുട്ടക്കറി രാവിലെ ആയതുകൊണ്ട് മുട്ടക്കറി കിട്ടിയില്ല കേട്ടോ. ഈ ഒരു സംഭവത്തിൽ മുട്ടക്കറിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ. അതാണ് മുട്ടക്കറി രാവിലെയാണ് നമുക്ക് കിട്ടില്ല. അപ്പോൾ അവിടെ നിന്നെടുത്ത കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഞാൻ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു ശിവൻ്റെ ഇത് നമ്മൾ കറക്റ്റായിട്ട് കാണിക്കില്ലേ, വീഡിയോസിലൊന്നും നമുക്കത്ര മനസ്സിലാകുന്നില്ല. അതിൻ്റെ ഫോട്ടോസിലാണ് കറക്റ്റ് ആ ഒരു ആകാശമൊക്കെ വരുമ്പോൾ കണ്ടില്ല, നല്ല ഭംഗിയുള്ളൊരു പ്രതിമയാണ് അവിടെ. നല്ല അടിപൊളിയൊരു സ്റ്റാച്ചുവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട്